അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹിൽ പാലസ് മ്യൂസിയം, അതായത് എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസ് മ്യൂസിയം. ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ. ഒരുപാട് ആളുകളുണ്ട്, ഈ എന്താ പറയുക, ഫാമിലി ആയിട്ടും അവരെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 35 രൂപയാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ മൊബൈൽ ക്യാമറയിൽ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ 20 രൂപ ചാർജ് നമ്മൾ പേ ചെയ്യണം. പിന്നെ മറ്റ് ചാർജുകളൊക്കെയാണ് ഈ ഒരു ബോർഡിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ മൺഡേ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് കേട്ടോ ഇവിടെ എൻട്രി ടൈം എന്ന് പറയുന്നത്. 1865 കേട്ടോ ഇത് പണി കഴിപ്പിക്കുന്നത്. ഇതൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ആകുന്നതിന് മുന്നേ കൊച്ചി രാജാവിൻ്റെ കാലഘട്ടത്തിലെ കൊട്ടാരം മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അന്ന് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള ഉപകരണങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കുക. അതുകൂടാതെ അന്നത്തെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാം. പിന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു ഹിൽ പാലസ് മ്യൂസിയം. മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള പ്രധാന ലൊക്കേഷൻ ഇവിടെയൊക്കെയായിരുന്നു. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത്. അത് എറണാകുളത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ഇങ്ങോട്ടേക്കുണ്ട്. അതുപോലെ എടപ്പള്ളി ഭാഗത്തു നിന്നൊക്കെയാണെന്ന് വെച്ചെങ്കിൽ 12 കിലോമീറ്ററോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെയാണെന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാൻ പാലസ് ഉണ്ട്, അതുപോലെ കൊല്ലങ്കോട് പാലസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും കാണാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കും. പിന്നെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗാലറികളായിട്ടുണ്ട് കേട്ടോ. ആർക്കിയോളജിക്കൽ മ്യൂസിയം ഒരു ഗാലറി ആയിട്ടുണ്ട്, പിന്നെ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, പാലിയത്തച്ഛൻ ഗാലറി, പിന്നെ അതുപോലെ സ്കൾപ്ചർ ഗാലറി, പിന്നെ ഹിൽ പാലസ് മ്യൂസിയം, അതുപോലെ പുത്തൻ മാളിക ഹിൽ പാലസ് മ്യൂസിയം, അങ്ങനെ ഒരുപാട് ഗാലറികളായിട്ട് ഒരുപാട് നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വെച്ചെങ്കിൽ ഇത് ചെരുപ്പ് ഇവിടെ വയ്ക്കണം, അതിന് പൈസ ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്യൂ ഉണ്ട്, അവിടെ വെച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, എല്ലാവരും ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ചെരുപ്പ് കൊണ്ട് വെച്ചപ്പം ദൈവമേ കാല് പൊള്ളിയിട്ട് ചേട്ടൻ നടക്കാൻ വയ്യ, അതാണ് ഈ സാധനം ഇട്ടുള്ളത്. അത് ഇട്ടപ്പോൾ ഒരു സമാധാനം ഉണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകളുണ്ട് ഇവിടെ. റോയൽ ചാരിയറ്റ് ഗാലറി അതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു രഥമാണ് കേട്ടോ. അത്രയും വലിയ സാധനമാണത്, രഥമാണിത്. ഇവിടെ വന്നിട്ട് വീഡിയോ പോലും മേലേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അത്ര അധികം ആളുകളുണ്ട്. നിങ്ങൾ താഴത്തെ ടൈല് കണ്ടോ? സിനിമയിൽ കണ്ടിട്ടുള്ള ടൈലല്ലേ, മതിരെ ആൾക്കാർ ഇവിടെ കാണും. ഇതിൻ്റെ മുകളിൽ കയറാൻ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവിടെ ഒരു ബാൽക്കണി കേട്ടോ, വലിയൊരു ബാൽക്കണി. ഇവിടെ ഈ പാലസിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ തൃശ്ശൂർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്ക്രീനിലും ഒക്കെ കാണിച്ചിട്ടുള്ളത്. അന്നത്തെ രാജാവിൻ്റെ ഒരു രാജധാനി എന്നൊക്കെ പറയില്ലേ, രാജാവും പ്രജകളും ഒക്കെ ഇരിക്കുന്ന, മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സംഭവം, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അവിടെ നിന്ന് ഏത് ആ ഒരു ബിൽഡിങ്ങിലേക്കാട്ടോ നടക്കണം. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഭാഗം കാണാൻ നല്ല രസമാണ്. ഇതിൽ
ഹിസ്റ്ററി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ആനയുടെ ബാക്കിൽ കണ്ടോ ഒരു ഡോറുണ്ട് കേട്ടോ. അപ്പം അത് എന്തൊരു അലമാരൊക്കെ പോലെയാണ് ചെയ്തിട്ട് വെച്ചുള്ളത്. അപ്പം ഈ ഒരു ടൈല് ഉണ്ടോ സിനിമയിൽ കണ്ടിട്ടുള്ള ടൈല്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എല്ലാം ബാൽക്കണി, ഇതെല്ലാം ജനാലകളോട്ടോ, വലിയ വലിയ ജനാലകൾ, ഡോറുണ്ട് കേട്ടോ അവിടെ. പുറത്തായിട്ട് ചെറിയ ബാൽക്കണികളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഹോളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഓരോന്ന് കണ്ടു കണ്ടിട്ട് ഓരോ ഹോളുകളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. ടൈലൊക്കെ നോക്കിയേ, ഇനിയുള്ളത് ഇത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സുധീഷിൻ്റെയും മോഹൻലാലും കൂടിയിട്ടുള്ള സീനുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പടവാണ്. അതിന് താഴേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ. നല്ല ഇറക്കാണ്. കേട്ടോ ഈ ഒരു ഓടിയിട്ട് കിട്ടിയിടാം അവിടേക്ക് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിരുമ്പോൾ വലിയൊരു കറുണ്ട്. അപ്പോൾ നേരം കൊണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരും. ഇവിടേക്ക് എന്താ നോക്കാം. കുളം എവിടെയാണ് കേട്ടോ വരുന്നത്. ഇത് ഹെറിറ്റേജ് മ്യൂസിയമാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ഇറങ്ങി എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. കുളം അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ ഗാലറികളുണ്ട്. ഇവിടെയാണ് കേട്ടോ കുളം. ഇതാണ് അത്യാവശ്യം ദൂരം ഇങ്ങോട്ടേക്ക്. കുളം ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇത്രയും ദൂരം നടന്നു വന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഒരുപാട് ഏരിയ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ എല്ലായിടത്തേക്കും നമ്മൾ പോകാറില്ലെന്ന് തോന്നുന്നു. പിന്നെ അവിടേക്ക് എന്തൊക്കെ കെട്ടിടങ്ങൾ പോലെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല.
കുറേ പേര് അവിടെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. പിന്നെ കണ്ടോ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ പിന്നെ ഇവിടെ എന്തോ പൈതൃക പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കെട്ടിടങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് കുറേ കെട്ടിടങ്ങളുണ്ട്. അതിലൊക്കെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. ചിലയിടത്തൊന്നും അലൗഡല്ല. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാനിൻ്റെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് കാണാൻ വെച്ചാൽ അതൊന്നും പോയി കാണാം. നല്ല രസമാട്ടോ മരങ്ങൾ. ക്യാൻറ്റീനാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് അടുത്ത് നിന്നിട്ട് തന്നെ മാനുകളെ കാണാം. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരുപാട് മാനുകളുടെ മാനുകളും മ്ലാവുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർക്ക് ഇവിടെ വരണേ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇങ്ങനെയാണ് ഇറങ്ങണം. പിന്നെ ഇവിടെ എന്തോ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് ആളുകൾക്കൊക്കെ ആടാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ചാടന്മാരൊക്കെ ആടണം. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇതിവിടെ കണ്ടോ ഡൈനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പണി എന്തൊക്കെ നടക്കണമെന്ന് തോന്നുന്നു. അതിന് മുകളിൽ ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ അതിൻ്റെ തലഭാവമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അമ്മാതിരി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്ക് കൂടെ ഒരാളില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല നല്ല ഫോട്ടോസ് ലൊക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ആരും കൂടെ ഇല്ലാത്ത കാരണമാണ്. ഉണ്ടോ ഡൈനോസർ. ഇതൊക്കെ ചുമ്മാ ആളുകളെ ഒന്ന് ആകർഷിക്കുക എന്നുള്ള രീതിയിലാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പം ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് നമ്മളൊരു സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുള്ള സീനിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ഏരിയ, ആ റൗണ്ട് ഷേപ്പിലുള്ള ബിൽഡിങ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ പിള്ളേരുണ്ട്, അവരോട് എടുക്കാൻ പറ്റും, എടുത്തരും ചോദിച്ചോക്കാം. പിന്നെ അപ്പുറം സൈഡ് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത് അതല്ലേ. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്. അതെവിടെയാണെന്ന് ഞാൻ കണ്ടില്ല. ഫാമിലിയായിട്ട് ഒരുപാട് പേര് വരണമല്ലോ. കുറേ അധികം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി വെച്ചേക്ക് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയാം. മെയിൻ ഏരിയയുടെ ഫ്രണ്ട് സൈഡ്. ഇതൊക്കെയാണ് മെയിനായിട്ട് തൃപ്പൂണിത്തുറ ഈ ഹിൽ പാലസിൽ വന്ന് കാണാനുള്ളതായിട്ട് ഉള്ളത്. കുറേ ഉണ്ടോ. ഇതൊക്കെ ആളുകൾ വന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.